ത്രിയേക ദൈവത്തിന്റെ പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 11-ാം സങ്കീർത്തനം 4-ാം വാക്യം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു, അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. ഓരോ ദിനവും വ്യക്തിപരവും സാമൂഹികവുമായ വിഷയങ്ങളാൽ നമ്മൾ ആശങ്കപ്പെടുകയാണ്. വളരെയധികം പ്രയാസങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത് പോലെ, അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും? നമ്മളുടെ വിശ്വാസവും ഉറപ്പും നമ്മുടെ ദൈവത്തിലാണ്. യശയ്യാപ്രവാചകൻ പുസ്തകം 33-ാം അധ്യായം 6-ാം വാക്യത്തിൽ, യഹോവ ഉന്നതനായിരിക്കുന്നു, ഉയരത്തിലല്ലോ അവൻ വസിക്കുന്നത്, അവനായിരിക്കും നിങ്ങളുടെ സ്ഥിരതയെന്നും ഓർമ്മിപ്പിക്കുകയാണ്. ഹി ഷാൽ ബി ദ സ്റ്റെബിലിറ്റി ഓഫ് യുവർ ടൈംസ്. നമ്മളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ദൈവം ആണെന്ന് ഉറപ്പിച്ച് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ചുറ്റും ഭീതിയും ഭയവും നിലനിൽക്കുമ്പോൾ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ എയ്യേണ്ടതിന് വില്ലുകൊലിച്ച് അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുമ്പോൾ നമ്മൾ തകർന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. ഇല്ല, ഞങ്ങളുടെ ദൈവം സ്വർഗത്തിലുണ്ടെന്നും അവൻ ഞങ്ങളെ കാണുന്നുവെന്നും നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഹാഗാർ ഇപ്രകാരം ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ, എല്ലാ ജീവിത ചുറ്റുപാടുകളും തകർന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ ഹാഗാർ പറയുകയാണ്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. ദൈവമേ, നീ എന്നെ കാണുന്നു. നീതിമാന്മാരെ കാണുന്ന, അവരെ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്നും ജീവിക്കുന്നുവെന്നും ആ ദൈവത്തിൻ്റെ സിംഹാസനം സ്വർഗത്തിലാകുന്നുവെന്നും അവനാണ് നമ്മുടെ അടിസ്ഥാനങ്ങളെന്നും പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കുവാൻ ഇടയാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധ രൂപ നമ്മളെ അതിനെ സഹായിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു ദിനം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.